അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ പെർത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഒരു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 8:30 ആയിട്ടുണ്ട്. ഇന്നലെ കിടക്കാൻ കുറച്ച് ലേറ്റായി, ഫ്രൈഡേ ആയതുകൊണ്ട്. അപ്പോൾ ദാ എണീറ്റ് ആദ്യമേ തന്നെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കിച്ചണിലേക്കാണ് പോണത് കേട്ടോ. കാലത്തെ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് നോർമലി വിളക്കൊളുത്തിയിട്ടാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് തിരി മാറ്റി അതിൽ എണ്ണ നിറച്ച് പിന്നെ ചന്ദനത്തിരി എടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് കാലത്ത് എണീറ്റ് നമ്മളൊന്ന് പല്ല് തേച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടി കൈയും കാലൊക്കെ ഒന്ന് കഴുകി വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ വിളക്കൊളുത്താൻ പറ്റുന്ന പോലെ. ഈ വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ ഈ ഒരു ശീലം വിളക്ക് കൊളുത്തുന്നത് എനിക്ക് ചെറുപ്പത്തിലൊന്നും തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം അമ്മയൊക്കെ പണ്ട് തൊട്ടിട്ടേ ഞാൻ കുഞ്ഞതായിരിക്കുമ്പോൾ തൊട്ടിട്ട് അമ്മ വിളക്കൊളുത്തലും നാമം ചൊല്ലും ഒക്കെ ഉള്ള ഒരു നേച്ചറാണ്. പക്ഷേ പ്രത്യേകിച്ച് എനിക്കത് എന്തായാലും വന്നിട്ടില്ല. പിന്നെ ഒരു പ്രായം എത്തിയപ്പം അത് അങ്ങനത്തെ ഒരു സ്വഭാവം വേണം എന്ന് മനസ്സിലാക്കി എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും അത് എഫേർട്ട് ഇട്ട് നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ കാലത്ത് ചെയ്ത് തലേദിവസം അതിന് പ്രിപ്പറേഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ ബിൽഡ് ചെയ്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലേറ്റ് അല്ല. നമ്മൾ മനസ്സൊന്ന് വെച്ചാൽ മതി. ആ ഒരു എഫേർട്ട് ഇടാനുള്ള ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം ലൈഫിൽ, അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് നടക്കാം. അതാണ് നമ്മൾ ചായ വയ്ക്കൽ. കാലത്തുണ്ട് എനിക്കൊരു ചായ മസ്റ്റാണ് കേട്ടോ. നിഖിലിനൊരു കോഫിയും. അപ്പോൾ അതുണ്ടാക്കാനാണ് അടുത്തത്. ഈ ചായ ഇൻ പ്രോഗ്രസ്സിലാണ്. അപ്പോൾ പെട്ടെന്ന് വന്നൊരു തോട്ടാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സെൻറ്റ് മാർഗം മോറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പണ്ട് പഠിപ്പിക്കാറുണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല ഇപ്പോൾ അതുണ്ടോ എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ പണ്ടത്തെ ഒരു ടീച്ചർ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടാണ്. നമ്മൾ അച്ഛന് നല്ലത് വരുത്തണേ, പിന്നെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടണേ, എനിക്കിതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടണേ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് ഒപ്പം തന്നെ അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് വാട്ട് എവർ ഇസ് സ്യൂട്ടബിൾ നമ്മൾ അതിൻ്റെ ഒപ്പം ലോകത്തിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വളരെ ചെറുപ്പത്തിൽ ഫോർ സം റീസൺ എൻ്റെ തലയിൽ കയറി. അപ്പോൾ തൊട്ടിട്ടും ഡെയിലി വിളക്കൊളുത്തുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറ് ഒരു 3-4 കാര്യങ്ങളാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാവണേ, പിന്നെ തിന്മ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും അവരെ നന്മയിലേക്ക് നയിക്കണേ, പിന്നെ സ്നേഹം സത്യാവണേ, ആൻഡ് മനസ്സിലാസൂയ, കുശുമ്പ്, വിദ്വേഷം, ജലസി, ഈഗോ, ഇങ്ങനത്തെ ഒരൊറ്റ നെഗറ്റീവ് ചിന്തകൾ ഒന്നും ഉണ്ടാക്കല്ലേ, ഉണ്ടായാലും അത് അപ്പം തന്നെ മനസ്സിലാക്കി നമുക്കത് പോസിറ്റീവിലേക്ക് മാറ്റാൻ പറ്റണേ. ഈ ഒരു 4 കാര്യമാണ് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എന്നാൽ എനിക്ക് മാജിക്കലി വർക്കായിട്ടുണ്ട്. കാലത്ത് എണീറ്റിട്ട് ശരിക്കും അതൊരു അഫർമേഷൻ ഞാൻ എന്നോട് തന്നെ പറയുന്ന പോലെയും കൂടി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് പറയാനുള്ള ഒരേ റീസൺ അന്ന് എനിക്കിതുപോലെ ഒരാൾ പറഞ്ഞു തന്നത് പെട്ടെന്ന് ക്ലിക്കായിട്ടാണ് ഞാനത് ചിന്തിക്കാൻ തുടങ്ങിയതും ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതും. എൻ്റെ ലൈഫിൽ അത് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ക്ലിക്കാവുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. അതായത് ഈ ചായയൊക്കെ എടുത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ കാലത്ത്. കാര്യം നമ്മൾ കിച്ചണിൽ ചായ ഉണ്ടാക്കണ ആ പാത്രങ്ങളുടെ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീസ് കണ്ടത് എല്ലാം ഇങ്ങനെ നിരന്ന് ഡോറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ വരുന്നത് നോക്കിയിട്ട്. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷനാണ് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും, അവർക്ക് സ്നാക്കൊക്കെ കൊടുക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്ത് തരാം. പിന്നെ നമുക്ക് നമ്മുടെ ഫിഷീസിനും മമ്മം കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാലത്തെ ഒരു പരിപാടി കേട്ടോ. എന്താണ് ഗുഡ് മോർണിംഗ്. അപ്പോൾ യൂഷ്വലി വർക്ക് ഫ്രം ഹോം ഡേയ്സിലും അതുപോലെ വീക്കെൻഡ്സിലാണ് ഞങ്ങൾ ചിക്കൻസിനെ ഫ്രീ റേഞ്ച് ചെയ്യാനായിട്ട് വിടുക. അപ്പോൾ ഒരു വീക്കിലി ഒരു 4 days അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ബാക്കി ഒരു 3 days അവർ കൂടിൻ്റെ അകത്ത് കിടക്കേണ്ടി വരുള്ളൂ. പിന്നെ കൂടിന് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള കാരണം അവർ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കുട്ടീസിനൊക്കെ മമ്മം കൊടുത്തു. ഇനി ടീ ടൈം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റേഷനാണ് പ്രാക്ടീസ് ചെയ്യാറ്. ചില ദിവസം ജസ്റ്റ് നമ്മുടെ ബ്രീത്തിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ച് നല്ല പോസിറ്റീവായിട്ട് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് സ്ലോ ആയി ബാക്ക് യാർഡിലൊക്കെ നടന്ന് പതുക്കെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡി ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ ഇവിടെ ഒരു 1.5 hours ദൂരെയായിട്ട് ഒരു ഹോത്താം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റീം എഞ്ചിൻ ഉള്ള ഒരു ട്രെയിനും അതുപോലെ ഫോറസ്റ്റ് ട്രെയിനും ഉണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ 2 o'clock ടിക്കറ്റ്സ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ടൈം 11:30 ആയി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നിഖിൽ ഓൾറെഡി എനിക്ക് വേണ്ടി മാഗി നൂഡിൽസ് ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ചീറ്റ് ഡേ ആണ്. അപ്പോൾ വേഗം ക്വിക്കായിട്ട് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ
ഇവിടുന്ന് സ്ഥലം വിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല തണുപ്പുണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ പോകുന്നത് സൗത്ത് ഡയറക്ഷനിലാണ്, അപ്പോൾ അവിടെ കുറച്ചും കൂടി തണുപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാനൊരു വിൻ്റർ ക്ലോത്ത് ആണ് ഇടാനായിട്ട് വിചാരിക്കുന്നത് വിത്ത് എ ലെഗിൻസ്. അപ്പോൾ ഈ ഒരു ഉടുപ്പാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇതൊരു ബെൽറ്റ് ഉണ്ട് ഇതിന്, അതിൻ്റെ കൂടെ ഒരു ലെഗിൻസ് ബ്ലാക്ക് കളറിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ക്യൂട്ടാവും തോന്നുന്നു. അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ്. ഒരു കുട്ടി ബെൽറ്റ് ഇട്ടപ്പോൾ നല്ലൊരു ഡെഫിനേഷൻ ഈ ഒരു ഡ്രസ്സിന് വന്നായിരുന്നു. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എൻ്റെ പൊന്നോ, ഞാൻ ഭയങ്കരമായിട്ട് ഇൻ ലവ് ആണ് ഇതിൽ. ബിക്കോസ് ഭയങ്കര ഈസിയാണ്. എൻ്റെ നോർമലി ഭയങ്കര ഒരു വേവി കേളി ഹെയർ ആണ്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഇപ്പം സ്ട്രൈറ്റ് ചെയ്തിട്ടായിരുന്നു നടക്കാറ്. പക്ഷേ ഇപ്പോൾ ശരിക്കും എനിക്ക് ഒന്നും ചെയ്യേണ്ട, ബിക്കോസ് നാച്ചുറലി ഇത് ഭയങ്കര രസമായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വെരി ലെസ് മെയിൻ്റനൻസ് ആണ്. ആകെപ്പാടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നീരിടും എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പണ്ട് തൊട്ടിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ ഹെയർ നാച്ചുറലി എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക, അങ്ങനെ മാനേജ് ചെയ്ത് പോകുക എന്നുള്ളത്. ഇപ്പോഴാണ് ഫൈനലി എനിക്ക് അതിൻ്റെ കോൺഫിഡൻസ്. മേക്കപ്പിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഏറ്റവും ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഐബ്രോസ് ഭയങ്കര ഇഷ്ടം ചെയ്യാനായിട്ട്. ആൻഡ് ഇത് പഠിപ്പിച്ച് തന്നത് എൻ്റെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ ഇത് ഞങ്ങളൊരു പിക്നിക്ക് പോലെയും കൂടിയാണ് കാണുന്നത്. അപ്പോൾ ലഞ്ച് നമ്മൾ എവിടെയെങ്കിലും നിർത്തി കഴിക്കുക, തിരിച്ചു വരുമ്പം ചായ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂഷ്വലി വീക്കെൻഡ്സിൽ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പം ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പ്രപ്പായിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മീൽ പ്രപ്പിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ചെയ്തതാണ്. പിന്നെ സ്നാക്കായിട്ട് കുറച്ച് പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് സോസും അതിലേക്കിട്ടിട്ടുണ്ട്, ബനാനയുണ്ട്, പിന്നെ ഒരു ഹൈ പ്രോട്ടീൻ ബാർ ഉണ്ട് ജസ്റ്റ് ഇൻ കേസ്. പിന്നെ വൈകിട്ട് നമുക്ക് നമ്മുടെ ട്രെയിൻ ജേർണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനായിട്ട് നല്ല ചൂട് ഗരം ടീ വിത്ത് ഗ്ലാസ്സസ് ആൻഡ് കുറച്ച് വെള്ളം. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്നിക് ബാഗിൽ പാക്ക് ചെയ്യാൻ പോണത് കേട്ടോ. അങ്ങനത്തെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. ഇനി പെർത്തുനിന്ന് ഒരു 1 hour ആണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. മഴ സീസൺ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിലും കുറച്ച് ഗ്രീനറി കാണാം കേട്ടോ. ഈ സമയത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെഡോസ് ആണ്. ഇവിടുത്തെ മെഡോസ് ഈ വിൻ്റർ സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഗ്രീൻ കളറിൽ അടിപൊളി ലുക്കാണ് അത്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഹൊത്താം വാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബോർഡ് ചെയ്യാനുള്ള ടൈമായി. നമുക്കപ്പോൾ ട്രെയിനിലേക്ക് വേഗം കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. നമുക്കപ്പോൾ ടിക്കറ്റ്സ് ഓൾറെഡി ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവർ ജസ്റ്റ് അത് ബാർകോഡ് അതൊന്ന് സ്കാൻ ചെയ്ത് നമുക്ക് നേരെ തന്നെ നമ്മുടെ ട്രെയിനിലേക്ക് കയറാൻ പറ്റുമായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മെയിൻലി ഫാമിലീസ് ആയിരുന്നു, വിത്ത് കുട്ടീസൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഫോറസ്റ്റ് ട്രെയിനിൽ ബോർഡ് ചെയ്തു. ഇതാണ് ട്രെയിൻ. ഇതിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വിൻഡോസ് ഒന്നുമില്ല. നമുക്ക് പോണ വഴി ഫുൾ നമുക്ക് ഫീൽ ചെയ്ത് വിൻഡൊക്കെ ഫീൽ ചെയ്ത് തണുപ്പൊക്കെ ഫീൽ ചെയ്ത് പോവാം. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ട്രെയിനിൻ്റെ അകത്തൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കുട്ടീസ് ഈ ട്രെയിനിൻ്റെ ഈ ഒരു ശബ്ദം കേട്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ഞങ്ങൾക്ക്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫാമിലീസും കുട്ടീസും മാത്രമല്ല, നമുക്ക് നമ്മുടെ പെറ്റ്സിനെയും കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഡോഗീസിനെ കുറേ ഫാമിലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ നാച്ചുറൽ റിസർവ് ഏരിയാസിൽ 1080 പോയ്സൺസ് എന്ന് പറഞ്ഞൊരു സൈൻ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പെസ്റ്റുകൾ ഉണ്ടായിരിക്കും നിറയെ, അതായത് ഫെറൽ കാറ്റ്സോ അതല്ലെങ്കിൽ വൈൽഡ് ഡോഗ്സോ. അപ്പോൾ അതിൻ്റെയൊക്കെ പോപ്പുലേഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ബെയ്റ്റ്സ് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബെയ്റ്റ്സ് ആക്റ്റീവ് ആണെങ്കിലാണ് അവർ ഈ ഒരു സൈൻ വെക്കുക. സോ ദാറ്റ് ഈ ഡോഗീസ് എങ്ങാനും ആക്സിഡൻ്റലി പോയിട്ട് ആ ബെയ്റ്റ്സ് കഴിച്ച് പോയ്സൺ ആവുക അല്ലെങ്കിൽ അവരുടെ ലൈഫിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈൻ വെക്കുന്നത്. അപ്പോൾ ഒരു 45 minutes നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നപ്പം ഒരു സ്റ്റോപ്പിലായിട്ട് അവർ നിർത്തി. അപ്പോൾ അവിടെ ഒരു ½ an hour ഒരു ട്രെയിൽ വാക്ക് നമുക്ക് ചെയ്യാം. ട്രെയിൽ വാക്ക് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ട്രെയിനിൽ കയറുന്ന പോലെ. അപ്പോൾ അതാണ് ഇത് ഈ ഒരു പാക്കേജിൽ വരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് പെർത്തിലുള്ള ആൾക്കാരാണെങ്കിൽ സാറ്റർഡേയ്സിലാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് ട്രെയിൻ ഉള്ളത് ആൻഡ് സൺഡേയ്സിലാണ് ഇവരുടെ സ്റ്റീം ട്രെയിൻസ് ഉള്ളത്. അത് നമ്മുടെ ഹോഗ്വാർട്സ് ട്രെയിനിനെ പോലെ ഇരിക്കും ഏതാണ്ട്. അപ്പോൾ രണ്ടിനും ടൈമിങ്ങും സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏത് ട്രെയിനാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സാറ്റർഡേ ഓർ സൺഡേ ബുക്കിംഗ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഷോർട്ട് ട്രെയിൽ വാക്ക്. ഒത്തിരി നേരമൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര ടയേർഡൊന്നും ആയിരുന്നില്ല. പക്ഷേ നേച്ചറിൻ്റെ മിഡിൽ കൂടെ നമ്മൾ ആ ഒരു ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് നടന്നപ്പം ഭയങ്കര റിഫ്രഷ്ഡ് ആയി കേട്ടോ. ഭാഗ്യത്തിന് ഇന്ന് മഴയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ തണുപ്പത്ത് നടക്കാനായിട്ട് നല്ല അടിപൊളി ഫീലായിരുന്നു. അപ്പോൾ ഇതൊരു കാട് പോലെയാണ് എങ്കിലും കാടൊന്നുമല്ല, പക്ഷേ നിറയെ മരങ്ങൾ ഈ ഒരു ട്രെയിൽ വാക്കിന് ചുറ്റും നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയുള്ള മരങ്ങൾ മെയിനായിട്ട് ജെറ മരങ്ങളും അതുപോലെ ഗം ട്രീസുമാണ് ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതലുള്ള 2 മരങ്ങൾ അതാണ്. അപ്പോൾ
ഈ റീജിയനിൽ പെർട്ടിക്കുലറായിട്ട് ഒരു 300 ഇയേഴ്സ് വരെ പഴക്കമുള്ള വയസ്സുള്ള മരങ്ങളുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ചുറ്റും കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഓസ്ട്രേലിയയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഗ്രീനറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ മൺസൂൺ സീസണാണ്, വിൻ്റർ സീസണാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പച്ചപ്പ് പോലെ ഭയങ്കര ലഷ് ഗ്രീനൊക്കെ ഉണ്ടല്ലേ, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. പകരം ഇവിടെ കുറച്ചും കൂടി ഒരു വേറെ ടൈപ്പ് ഗ്രീനറിയാണ്. ഒരു ഡസ്റ്റി ഗ്രീൻ ഒരു ഫീലാണ് റാദർ ദാൻ ലഷ് ഗ്രീൻ എന്ന് പറയുന്നൊരു വൈബിനേക്കാളും. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വാക്ക് ചുറ്റിലും മരങ്ങളും നേച്ചറും ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൂടെ നമ്മൾ വാക്ക് ചെയ്യാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ കയറിയിരിക്കും, പിന്നെ വീണ്ടും വാക്ക്. അങ്ങനെ നല്ലൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലവും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ നമ്മുടെ ഹോട്ടൗൺ റെയിൽവേ. അപ്പോൾ ഈ നമ്മുടെ വാക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഒരു ക്വിക്കായിട്ടുള്ളൊരു 20 മിനിറ്റ്സ് ട്രെയിൽ വാക്കായിരുന്നു. നമുക്കിത് നമ്മുടെ തിരിച്ച് ട്രെയിനിൻ്റെ അടുത്തെത്തി. ട്രെയിൻ വീണ്ടും നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ബോർഡ് ചെയ്തു. അപ്പോൾ ആക്ച്വലി ട്രെയിൽ വാക്കിന് പോകുന്ന സമയം കൊണ്ട് അവർ എൻജിൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്ന് ഇട്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് തിരിച്ച് നമ്മളിനി വന്ന വഴി കൂടെ തന്നെ പോവാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ജേർണി കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഡിസംബാർക്ക് ചെയ്യാൻ പോവാണ് നമ്മളെല്ലാവരും. നല്ല വിശപ്പും പിന്നെ പുറത്ത് നല്ല തണുപ്പും ഉണ്ട്. അത് കാരണം ഞങ്ങൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടി മാറ്റിയിട്ട് പകരം വണ്ടിയുടെ അകത്തിരുന്ന് കഴിക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഓൾറെഡി മീൽ പ്രിപ്പ് ചെയ്ത് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ്. ഇന്നത്തെ സ്പെഷ്യൽ ചോറ്, തൈര്, ക്യാബേജ് ഉപ്പേരി, പിന്നെ ഓംലെറ്റ്, ഇത്രയായിരുന്നു കേട്ടോ. പോരാത്തതിന് ഇന്ന് കാലത്തെങ്കിൽ നമ്മുടെ എയർ ഫ്രയറിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉച്ചസമയമായപ്പോഴത്തേക്കും ഏതാണ്ട് സോഗി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ കൂടെ നമ്മളൊരു ഉപ്പേരി പോലെയായിട്ട് സൈഡായിട്ട് കഴിച്ചായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ലഞ്ച് നമ്മൾ കഴിച്ചു. ഇതായി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി തുടങ്ങാണ്. അങ്ങനെ നമ്മൾ ഹോം സ്വീറ്റ് ഹോം എത്തിയിട്ടോ. നല്ല അടിപൊളി ഒരു ഡേ ഔട്ടായിരുന്നു ശരിക്കും. ലൈറ്റ് ടയേർഡായി ഫോർ സം റീസൺ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലെത്തി ഈ ബാഗൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്ത് നമ്മളൊരു ഹോട്ട് ഷവർ എടുത്തൊന്ന് ഫ്രഷ്നപ്പായിട്ട് കാണാം. അങ്ങനെ വീട്ടിലെത്തി നല്ലൊരു ഹോട്ട് ഷവർ എടുത്ത് ഒന്ന് ഫ്രഷ്നപ്പായി. അപ്പോൾ തന്നെ പകുതി എനർജി വന്നു കേട്ടോ. പിന്നെ നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്. അപ്പോൾ ഈ തണുപ്പിനൊന്ന് ഇച്ചിരി ഒരു ഭേദം കിട്ടും. ഇനി ഡിന്നറൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. കാര്യം നമ്മുടെ ലഞ്ച് കഴിച്ചത് ഏതാണ്ട് ഒരു 4 o'clock ആയിട്ടാണ്. അപ്പം ഒരു ഹോട്ട് ചോക്ലേറ്റോ അതല്ലെങ്കിൽ ഒരു ബനാന എങ്ങനെയും കഴിച്ച് നമ്മുടെ ഡിന്നറിന്ന് അവസാനിപ്പിക്കേണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇനി കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് എനിക്ക് പണിയായിട്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചാടും. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ദിവസം. ഇങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈമിൽ നമ്മളൊരു വീക്കെൻഡ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തായിരുന്നു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത്. അതല്ലെങ്കിൽ ഞങ്ങൾ നോർമലി ചിലപ്പം ബാക്ക് യാർഡിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒത്തിരി താങ്ക് യു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, പറ്റുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.